ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ സിമ്പിൾ ലൈഫിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഷൈൻ ചെയ്യാനും ശ്രദ്ധ പിടിച്ച് പറ്റാനും തന്നെയാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. മാർച്ച് മാസം നിങ്ങളെ എല്ലാം ഹോൾഡ് ചെയ്തു. ഒരു ചാൻസ് പോലും നിങ്ങൾക്ക് ഒരു കാര്യത്തിലും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഏപ്രിലിൽ ഫെയിമും അട്രാക്ഷനും ഒക്കെ ഉണ്ടാവുന്ന ഒരു മാസമാണ്. നിങ്ങൾ ശരിക്കും ഷൈൻ ചെയ്യാൻ പോകുന്നവർ തന്നെയാണ്. ആളുകൾക്ക് നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ പറ്റുകയില്ല. ചിത്തിര നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്ന ഭയങ്കര സ്റ്റൈലാണ്, ഭയങ്കര അട്രാക്റ്റീവ് ആണ്, ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. പക്ഷെ ആരും പറയാത്തൊരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. നിങ്ങൾ ക്രിയേറ്റർ ആണ്, ഡിസൈനർ മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ട്. അതായത് ഡ്രോയിങ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത് ഫാഷൻ, സിനിമ, മീഡിയ ഡിസൈൻ ഇവയിലൊക്കെ നല്ല ടാലൻ്റ് ഉണ്ട്. പെർഫെക്ഷൻ നല്ല കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ ആയിരിക്കും അതിൽ ഫലം ഉണ്ടാവുക. നിങ്ങൾക്ക് നോർമൽ റിസൾട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബെസ്റ്റ് വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരു സ്പോട്ട് ലൈറ്റ് ഡിസയർ എന്തായാലും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അറ്റൻഷൻ വേണം, റെക്കഗ്നിഷൻ വേണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഈഗോ കൂടുതലാണ്. നിങ്ങൾക്ക് ജലസി നന്നായിട്ടുണ്ട്. ഓവർ പെർഫെക്ഷൻ കാരണം എല്ലാം ഡിലേ ആവാറുണ്ട്. അതുകൊണ്ട് സമയം കുറെ നിങ്ങൾ നഷ്ടപ്പെടുത്തും. അട്രാക്ഷൻ കൂടുതലാണ്. ആളുകൾക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്താനും അറിയാം. കുറച്ച് ഹൈ സ്റ്റാൻഡേർഡാണ്. നിങ്ങൾ ലക്ഷറി ഒക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എല്ലാം ബ്ലോക്കഡ് ആയിരുന്നു. കരിയറിലാണെങ്കിൽ ടാലൻറ്റ് ഷോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. റെക്കഗ്നിഷനും കിട്ടിയിട്ടില്ല. ഫ്രസ്ട്രേഷനും ഉണ്ടായിരുന്നു. ഇൻകം നോർമൽ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും മാർച്ചിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ സാറ്റിസ്ഫൈഡ് അല്ല, കൂടുതൽ വേണമെന്നൊരു ഫീലിങ്സ് നന്നായിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ അറ്റൻഷൻ കിട്ടിയില്ല. ഈഗോ ക്ലാഷസ് ഉണ്ടായിരുന്നു. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരുന്നു. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ തന്നെയാണ്. എനിക്ക് വാല്യൂ കിട്ടുന്നില്ല എന്ന ഫീലിങ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡൾ മൂഡായിരുന്നു മാർച്ച് നിങ്ങളെ ഹോൾഡും ചെയ്തു. നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനും പറ്റിയിട്ടില്ല. പക്ഷേ ഏപ്രിൽ മാസത്തിൽ കരിയർ പരമായിട്ടും ഏതാണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് തന്നെ കുറച്ച് സന്തോഷം തോന്നും. സ്പോട്ട് ലൈറ്റ് ചാൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വിസിബിലിറ്റി നന്നായിട്ട് കൂടും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. പക്ഷെ ഉള്ള പൈസ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ലക്ഷറി ഐറ്റംസ് വാങ്ങും, അതിനുവേണ്ടി പൈസ ചിലവാക്കും, ഉള്ള പൈസ എല്ലാം പോവും. അതുകൊണ്ട് ബ്രാൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിലൊരു മണി ചാൻസ് എന്തായാലും ഉണ്ട്. പഠിക്കുന്നവരാണെങ്കിൽ ക്രിയേറ്റീവ് സബ്ജക്റ്റിൽ സക്സസ് ഉണ്ടാവും, ഹൈ പെർഫോമൻസ് ഉണ്ടാവും, കോൺഫിഡൻസ് നല്ല പീക്കായിരിക്കും. റിലേഷൻഷിപ്പിൽ ഏപ്രിലിൽ നിങ്ങളുടെ അട്രാക്ഷൻ പീക്കായിരിക്കും. ആളുകൾ നിങ്ങളെ അഡ്മയർ ചെയ്യും. ക്രഷ് എന്തായാലും കൂടി വരും. ചിലർക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലവ് എൻട്രി ഉണ്ടാവും. സ്ട്രോങ് കെമിസ്ട്രി റിലേഷൻഷിപ്പ് ഉണ്ടാവും. പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പഴയ കാമുകനോ കാമുകിയോ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. കുറച്ച് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈഗോ കൺട്രോൾ ചെയ്യണം. ഫേക്ക് ആളുകളെ കൺട്രോൾ ചെയ്യണം. അവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് കഴിഞ്ഞൊന്നും വരില്ല. ബിസിനസ്സിൽ ബ്രാൻഡിങ്ങിൽ സക്സസ് ആവും. സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഉയർച്ച ഉണ്ടാവും. ഫെയിം, മണി, സാമ്പത്തികമായിട്ടുള്ള സംസാരമൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഏപ്രിൽ കുറച്ച് സ്പോട്ട് ലൈറ്റ് ആണ്. എവിടെ പോയാലും ആളുകൾ നിങ്ങളെ നോട്ടീസ് ചെയ്യും. പോപ്പുലാരിറ്റി കൂടും. നിങ്ങൾക്കത് ഫീൽ ആവും. ദിസ് ഈസ് മൈ മൂമെൻ്റ് എന്ന രീതിയിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്തവർ നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈഗോ എന്തായാലും അവോയ്ഡ് ചെയ്യണം. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കാര്യങ്ങൾ ചെയ്ത് പോകണം. ഈ മാസം ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഫെയിം, മണി, അട്രാക്ഷനൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ മാസത്തിലേ ഉണ്ടാവുള്ളൂ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ മാസം അതിൻ്റെ ഒരു തുടക്കം കുറിക്കാം. അതുകൊണ്ട് കോൺഫിഡൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്ക് നല്ല കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് പലർക്കും മനസ്സിലാവില്ല എന്നുള്ള കമൻറ്റുകൾ ഇഷ്ടം പോലെ ഞാൻ കാണുകയും ചെയ്തു. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എൻ്റെ വായയിൽ അറിയാണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ വന്നു പോവുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതുമാണ്.